ശത്രുവല്ല സാമു, മിത്രമാണ്. സാമു, ഇതാണ് ഞങ്ങളുടെ എല്ലാമായ ബാലേട്ടൻ. മദ്രാശിയെ വെച്ച് ഞങ്ങളുടെ പട്ടിണി മാറ്റിയ, ഞങ്ങൾക്ക് ജോലി വാങ്ങി തന്ന ബാലേട്ടൻ. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇയാളെ കൊന്നേനെ. ബാലേട്ടാ, ഈ വീട്ടിൽ ഞങ്ങൾ സദാ ജാഗരൂകരാണ്. 1-2 ആക്രമണങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണിത്. സേടുകളായത് പിന്നെ ഞങ്ങൾക്ക് ബാലേട്ടനെ കാണാൻ ഒത്തില്ല. ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പ് ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഇങ്ങോട്ട് പോരേണ്ടി വന്നു. ദാമു, ചായ കൊണ്ടുവാ. ഞങ്ങൾ എല്ലാ വിജയത്തിന്റെ ആണിക്കല്ല് ബാലേട്ടനാ. ആ ബാലേട്ടന്റെ ആണിക്കല്ല് ഇളകിയിരിക്കുക. ആരിളക്കി? എങ്ങനെ ഇളക്കി? അതങ്ങനെ ഇളക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളത് ഉറപ്പിച്ചു തരും. ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എന്ന് വെച്ചാൽ വട്ടായി പോയെന്ന് തോന്നുന്നു. ബാലേട്ടന്റെ മാനസികാവസ്ഥക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്, ഭ്രാന്താണെന്ന്. ദാസ, ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ല കേട്ടോ. ബാലേട്ടൻ പോയി കുളിക്കേ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. വേണ്ട, ഞാൻ മേൽ വെച്ചോളാം. വേണ്ട, വിട്ടോ, ഞാൻ മേൽ വെച്ചോളാം. വേണ്ട. എന്താ അതിനകത്ത് ബോംബോ തോക്കോ വല്ലതും ഉണ്ട്? ബാലേട്ടൻ പോയി കുളിക്കേ. കുളിക്കുന്നത് നെല്ലിക്ക വെള്ളത്തിലാവുന്നതാണ് ഒന്നുകൂടെ നല്ലത്. എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ